ഡൽഹി തിരഞ്ഞെടുപ്പ് സൗജന്യ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയുന്നു. ആം ആദ്മി പാർട്ടി സഞ്ചരിച്ച വഴിയിൽ ബിജെപി പിറകെ പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നരേന്ദ്രമോദി എതിർത്ത തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ബിജെപി രാജ്യ തലസ്ഥാനത്ത് പയറ്റാൻ ശ്രമിക്കുന്നത്. मुफ्त की रेवड़ी बांटकर वोट बटोरने का कल्चर लाने की भरसक कोशिश हो रही है। ये रेवड़ी कल्चर देश के विकास के लिए बहुत घातक है। इस रेवड़ी कल्चर से देश के लोगों को और खास करके मेरे युवाओं को बहुत सावधान रहने की जरूरत है। മോദിയുടെ ഈ പ്രസംഗത്തിന് വിപരീതമാണ് ബിജെപിയുടെ മുന്നോട്ട് പോക്ക്. പാർട്ടികളും നേതാക്കളും പരസ്യ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഡൽഹിയിൽ സൗജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. 3 പാർട്ടികളുടെയും പ്രകടന പത്രിക നിറയെ ജനങ്ങൾക്ക് വാരിക്കോരി നൽകുമെന്ന ഉറപ്പുകൾ. വനിതകളെ ലക്ഷ്യമിട്ടായിരുന്നു ബിജെപിയുടെ ആദ്യ പ്രകടന പത്രികയെങ്കിൽ വിദ്യാർത്ഥികളെയും താഴെത്തട്ടിലുള്ളവരെയുമാണ് രണ്ടാം ഭാഗത്തിൽ കേന്ദ്രീകരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ മത്സര പരീക്ഷാ സഹായം, 1000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, PG വരെ സൗജന്യ വിദ്യാഭ്യാസം, ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് വെൽഫെയർ ബോർഡ് തുടങ്ങി ആക്സിഡന്റ് ലൈഫ് ഇൻഷുറൻസുകൾ, ശുചീകരണ തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ. हमारी सरकार बनेगी और हम दिल्ली में स्वास्थ्य हो, यातायात हो, बिजली हो, पानी हो, परिवहन हो आदि से जुड़ी जितनी समस्याएं हैं उनका हल करेंगे। दिल्ली को बेहतर या दिल्ली वालों को बेहतर कल और बेहतर आज देने का प्रयास करेंगे. വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപയും സൗജന്യ സിലിണ്ടറുകളും ആദ്യ ഭാഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. വയോധികരെയും ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്കുള്ള കടന്നുകയറ്റമാണ് ബിജെപി ഉദ്ദേശിക്കുന്നത്. സൗജന്യ വാഗ്ദാനങ്ങൾ ഡൽഹിയിൽ ആദ്യം നടപ്പിലാക്കി തുടങ്ങിയത് ആപ്പാണ്. പാവപ്പെട്ടവർക്കുള്ള കുടിവെള്ള, വൈദ്യുതി വിതരണത്തിലൂടെ. സീലംപൂർ, ജഹാംഗീർപൂരി ഉൾപ്പെടെയുള്ള മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളും ദളിത് കേന്ദ്രീകൃത മണ്ഡലങ്ങളും ചേരികളുമായി 20-ൽ നിന്നാണ് ആം ആദ്മി പാർട്ടി എണ്ണി തുടങ്ങാൻ പോകുന്നത്. ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് വാശിയേറിയ മത്സരം. വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപയും സൗജന്യ സ്കോളർഷിപ്പും ഒക്കെയായി കോൺഗ്രസ് സാന്നിധ്യം അറിയിക്കുമ്പോൾ 60% പാവപ്പെട്ടവൻ വസിക്കുന്ന ഒരു അർബൻ കേന്ദ്രീകൃത തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നു. പ്രകടന പത്രികകളെല്ലാം ലക്ഷ്യം വെക്കുന്നത് വനിതകളെയും യുവജനത്തെയും അടിസ്ഥാന വർഗത്തെയുമാണ്. ബിജെപിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികകളിൽ സമാനതകൾ ഏറെയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനുമുണ്ട്. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.